ഹായ് ഫ്രണ്ട്സ്, തിരുവോണത്തിൻ്റെ അന്നുള്ളൊരു വീഡിയോ ആണിത്. രാവിലെ തന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഓരോ ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ച് പണി തുടങ്ങി. ഇന്നലെ അരച്ചു വെച്ച ദോശമാവ് നന്നായിട്ട് പുളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എപ്പോഴും ദോശ ഇടുന്നത് എൻ്റെ ഇളയ അനിയൻ ഇച്ചുവാണ്. അവൻ നന്നായിട്ട് ദോശ ഇടും. അപ്പോൾ ആ പണി അവനെ ഏൽപ്പിച്ചു. അങ്ങനെ ദോശയൊക്കെ ചുട്ട് ഞങ്ങൾ ദോശയൊക്കെ കഴിച്ച് അടുത്ത പണിയിലേക്ക് പോയി. പയർ തോരൻ വെക്കാനുണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടാക്കാനുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കുറച്ച് പണികളുണ്ടായിരുന്നു. പയർ തോരനായി വന്നപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചോറൊക്കെ വാർത്തിട്ടു. പിന്നെ സദ്യ ആവണമെങ്കിൽ ഉച്ചയാവില്ലേ, അപ്പോൾ ഞാൻ ലെക്സയ്ക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഒരു മുട്ട പുഴുങ്ങി കൊടുത്തു. പിന്നെ അടുത്തത് പായസത്തിൻ്റെ പണിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം റെഡി ടു മിക്സ് ആണ് മേടിച്ചത്. വാഴയിലയൊക്കെ തുടച്ച് ഞങ്ങൾ എല്ലാവരും കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ പപ്പയ്ക്ക് ഇന്നൊരു ഓട്ടം ഉണ്ടായിരുന്നു. ഓട്ടം കഴിഞ്ഞ് പപ്പേൻ്റെ ചേട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊണൊക്കെ വിളമ്പി. അച്ചപ്പവും അച്ചാറും പാവയ്ക്ക തീയലും പയറുകറിയും മോരുകറിയും ചോറൊക്കെ വിളമ്പി, സാമ്പാറും പപ്പടമൊക്കെ വിളമ്പി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ അധികം പേരൊന്നും വിരുന്നുകാരുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഓണം അധികം ആഘോഷമാക്കാറില്ല. കാരണം പപ്പേൻ്റെ കൂട്ടുകാരന്മാരുടെ വീട്ടിലേക്കൊക്കെ ആയിരിക്കും ഞങ്ങൾ പോവുക. ഇപ്രാവശ്യമാണ് ഒരു കുഞ്ഞ് സദ്യയും പായസമൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ച് ഒന്ന് കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ പപ്പേൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ അടിപൊളി ഒരു അത്തപ്പൂക്കളമൊക്കെ ഉണ്ടായിരുന്നു. അതിലും അടിപൊളിയായിരുന്നു അവിടുത്തെ ഓണസദ്യ. 15 കൂട്ടം കറിയൊക്കെ ആയിട്ട് ഒരു അടിപൊളി സദ്യ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.